ഇന്ത്യൻ ഭൂമിശാസ്ത്രം. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ഗംഗാ ജലസന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ: ഇന്ത്യ, ബംഗ്ലാദേശ്. 1996. ഗംഗാ ജലസന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ: ഇന്ത്യ, ബംഗ്ലാദേശ്. 1996. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ: ഇന്ത്യ, പാകിസ്ഥാൻ. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ: ഇന്ത്യ, പാകിസ്ഥാൻ. മഹാകാളി സന്ധി ഒപ്പുവെച്ച രാജ്യങ്ങൾ: ഇന്ത്യ, നേപ്പാൾ. 1996. മഹാകാളി സന്ധി ഒപ്പുവെച്ച രാജ്യങ്ങൾ: ഇന്ത്യ, നേപ്പാൾ. 1996. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ. 2525 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ. ഡൽഹി, ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന. ഡൽഹി, ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന. അളകനന്ദ ഉത്ഭവിക്കുന്നത് അളകാപുരിയിൽ നിന്ന്. അളകനന്ദ ഉത്ഭവിക്കുന്നത് അളകാപുരിയിൽ നിന്ന്. ഭഗീരഥയും അളകനന്ദയും സംഗമിച്ച ശേഷം എവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകിത്തുടങ്ങുന്നത്? ദേവപ്രയാഗ്. ഭഗീരഥയും അളകനന്ദയും സംഗമിച്ച ശേഷം എവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകിത്തുടങ്ങുന്നത്? ദേവപ്രയാഗ്. ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ച്. ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ച്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലം വാരണാസി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലം വാരണാസി. ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം അമരാവതി. അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം അമരാവതി. കേദാർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം മന്ദാകിനി. കേദാർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം മന്ദാകിനി. ബദ്രിനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം അളകനന്ദ. ബദ്രിനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം അളകനന്ദ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഗംഗ ഡെൽറ്റ. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ. ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് എവിടെ വെച്ച്? അലഹബാദിൽ. ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് എവിടെ വെച്ച്? അലഹബാദിൽ. 12 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നടക്കുന്ന സ്ഥലം ത്രിവേണി സംഗമം അലഹബാദ്. 12 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നടക്കുന്ന സ്ഥലം ത്രിവേണി സംഗമം അലഹബാദ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന. പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ കൈവഴി ഹൂഗ്ലി. പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ കൈവഴി ഹൂഗ്ലി. ജലാഗ് നദിയുമായി ചേർന്നതിന് ശേഷം ഭഗീരഥി അറിയപ്പെടുന്നത് ഹൂഗ്ലി. ഹൂഗ്ലിയുടെ പ്രധാന പോഷക നദി ദാമോദർ. ഹൂഗ്ലിയുടെ പ്രധാന പോഷക നദി ദാമോദർ. ഭഗീരഥിയും അളകനന്ദയും കൂടിച്ചേരുന്ന സ്ഥലം ദേവപ്രയാഗ്. ഭഗീരഥി, അളകനന്ദ കൂടിച്ചേരുന്ന സ്ഥലം ദേവപ്രയാഗ്. ഗംഗ, യമുന, സരസ്വതി കൂടിച്ചേരുന്നത് പ്രയാഗ്. ത്രിവേണി സംഗമം. ഗംഗ, യമുന, സരസ്വതി ത്രിവേണി സംഗമം. അളകനന്ദ, മന്ദാകിനി, രുദ്രപ്രയാഗ്. അളകനന്ദ, മന്ദാകിനി കൂടിച്ചേരുന്നത് രുദ്രപ്രയാഗ്. അളകനന്ദ, പിണ്ടാർ, കർണപ്രയാഗ്. അളകനന്ദ, ധൗളി ഗംഗ, വിഷ്ണുപ്രയാഗ്. ഭഗീരഥി, അളകനന്ദ, ദേവപ്രയാഗ്. പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ കൈവഴി ഭഗീരഥി. പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ കൈവഴി ഭഗീരഥി. കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി രാംഗംഗ. കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി രാംഗംഗ. ബംഗ്ലാദേശിൽ വെച്ച് ഗംഗാ നദിയുമായി ചേരുന്ന നദികൾ ജമുന, മേഘ്ന.
തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദി ഗണ്ഡകി. തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദി ഗണ്ഡകി. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ അഥവാ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്നത് ആസാമിലെ ബ്രഹ്മപുത്ര നദിയിൽ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ടീസ്റ്റ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് സുന്ദർബൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് സുന്ദർബൻസ്. ഗംഗയുടെ തെക്ക് നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലുത് സോൺ. ഗംഗയുടെ തെക്ക് നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലുത് സോൺ. സോൺ നദിയുടെ പ്രധാന പോഷക നദി റിഹന്ദ്. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് റിഹന്ദ് നദിയിൽ. ചമ്പലിൻ്റെ പ്രധാന പോഷക നദി ക്ഷിപ്ര. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗംഗോത്രി ഗ്ലേഷ്യർ. നദികളും അപരനാമങ്ങളും. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ. ബീഹാറിൻ്റെ ദുഃഖം കോസി. ബീഹാറിൻ്റെ ദുഃഖം കോസി. ഒറീസയുടെ ദുഃഖം മഹാനദി. ഒറീസയുടെ ദുഃഖം മഹാനദി. അസമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര. അസമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര. ചൈനയുടെ ദുഃഖം ഹൊയാങ്ഹോ. ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. ചുവന്ന നദി ബ്രഹ്മപുത്ര. വൃദ്ധഗംഗ ഗോദാവരി. ദക്ഷിണഗംഗ കാവേരി. ദക്ഷിണഗംഗ കാവേരി. അർദ്ധഗംഗ കൃഷ്ണ. അർദ്ധഗംഗ കൃഷ്ണ. ഗോവയുടെ ജീവരേഖ മണ്ഡോവി. സിക്കിമിൻ്റെ ജീവരേഖ ടീസ്റ്റ. നൂർജഹാൻ്റെയും ജഹാംഗീറിൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം രവി. നൂർജഹാൻ്റെയും ജഹാംഗീറിൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം രവി. സിന്ധു നദീതട സംസ്കാരത്തിലെ കേന്ദ്രമായ ഹാരപ്പ നിലനിരുന്ന നദീതീരം രവി. ഹാരപ്പ നിലനിന്നിരുന്ന നദീതീരം രവി. കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ജലം. കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ജലം. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. രവി നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാചൽ പ്രദേശിലെ കുളു മലകളിൽ നിന്ന്. തെയിൻ ഡാം സ്ഥിതി ചെയ്യുന്നത് രഞ്ജിത്ത് സാഗർ ഡാം അഥവാ തെയിൻ ഡാം സ്ഥിതി ചെയ്യുന്നത് രവി നദിയിൽ. ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദി സത്ലജ്. ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദി സത്ലജ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി സത്ലജ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി സത്ലജ്. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ്. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ്. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ.
പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ബിയാസ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ്. ബിയാസിൻ്റെ ഉത്ഭവസ്ഥാനം റോട്ടാങ് ചുരത്തിൽ നിന്ന്. ബിയാസിൻ്റെ ഉത്ഭവസ്ഥാനം റോട്ടാങ് ചുരത്തിൽ നിന്ന്. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് 1960 സെപ്റ്റംബർ 19 കറാച്ചി. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് 1960 സെപ്റ്റംബർ 19 കറാച്ചി. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച വ്യക്തികൾ ജവഹർലാൽ നെഹ്റു, മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി. മുഹമ്മദ് അയൂബ് ഖാൻ, മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ്. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്ക്. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്ക്. സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് ഏതൊക്കെ നദിയിലെ ജലത്തിനാണ് അവകാശമുള്ളത്? സത്ലജ്, ബിയാസ്, രവി. സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് ഏതൊക്കെ നദിയിലെ ജലത്തിലാണ് അവകാശമുള്ളത്? സത്ലജ്, ബിയാസ്, രവി. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് ഏതൊക്കെ നദിയിലെ ജലത്തിനാണ് അവകാശമുള്ളത്? സിന്ധു, ചലം, ചിനാബ്.